എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ZV1 വ്ലോഗിംഗ് ക്യാമറ വാങ്ങിയതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ZV1 സോണി ക്യാമറ തന്നെയാണ്. ഇത് ഞങ്ങളെ കോട്ടപ്പാടത്തിൻ്റെ സെൻട്രൽ എന്ന് പറയുന്ന ഹൃദയഭാഗം എന്ന് പറയുന്ന കോട്ടപ്പാടത്ത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ എടുത്തത് സാംസങ് S8 എഡ്ജിലാണ്. ഇത്രയും കാലം ഞാൻ വ്ലോഗ് ചെയ്യുന്നതിനായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഒരു വ്ലോഗ് ക്യാമറ എല്ലാം വാങ്ങിയത്. ഇതായി കാണുന്ന കോട്ടപ്പാടം സെൻട്രലിൽ വെച്ചിട്ടാണ് ഞാനിത് അൺബോക്സ് ചെയ്തത്. കാരണം ഞാൻ എൻ്റെ നാടിനെ അത്ര ഇഷ്ടപ്പെടുന്നു. ഈ കോട്ടപ്പാടം സെൻട്രൽ ഈ ഒരു ക്യാമറ അൺബോക്സിങ് ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ശരിക്കും കുട്ടികളെയും കൂട്ടണമെന്നൊക്കെ വിചാരിച്ചാണ്. ഇന്ന് അവർ നമ്മുടെ കൂടെയൊക്കെ വിരുന്ന് പോയാലും കഴിഞ്ഞില്ല. കോട്ടപ്പാടത്തിൻ്റെ എല്ലാ ദൃശ്യങ്ങളും ഇവിടെ വെച്ച് കാണാം. ഈ ZV1 ക്യാമറ എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്ന ക്യാമറയാണെന്ന് ഒരു പ്രൊഫഷണൽ ക്യാമറ ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. ക്യാമറത്തിന് മുന്നേ വാങ്ങിയിട്ടുണ്ട്. കുറച്ചൊക്കെ വ്ലോഗൊക്കെ ചെയ്യാൻ വെച്ചിട്ടാണ്. ഈ കോട്ടപ്പാടത്തിൻ്റെ ദൃശ്യങ്ങളും ഞാൻ ഈ ക്യാമറ വെച്ചപ്പോൾ ഞാൻ ഇതിൻ്റെ സെൽഫി ഫോണിൽ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കുകയാണ്. ഇതിൻ്റെ ഈ കോട്ടപ്പാടം ദൃശ്യങ്ങളൊക്കെ കാണിക്കാം. ഇത് വെച്ചിട്ട് ഇതിൽ ഒരുപാട് ഫങ്ഷൻ ഉണ്ട്. എനിക്ക് ഏതായാലും പഠിക്കാൻ സമയമെടുക്കും. ചാർജും കുറവാണ്. അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഞാൻ ഈ അൺബോക്സ് ചെയ്യുന്നത് ഇത്ര കാലം ഞാൻ വ്ലോഗ് ഒക്കെ എടുത്ത ഒരുപാട് കാലം എൻ്റെ സഹചാരിയായിരുന്ന എൻ്റെ സാംസങ് എഡ്ജ് S8 ആണ്. S8 നിന്നാണ് ഞാൻ ഇപ്പോൾ. അപ്പോൾ എൻ്റെ മൊബൈലിനോട് ഇവിടെ പറഞ്ഞ് ഒരു ക്യാമറ ഞാൻ വാങ്ങി. അത് ZV1 സോണിയുടെ വ്ലോഗിങ് ക്യാമറ. അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് ഞാൻ എന്നാലും ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ ഇതോട്ടെടുക്കാൻ കഴിയുമല്ലോ. അതിനുശേഷം ഇതിന് ഇൻട്രോ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ക്യാമറ ഉപയോഗിച്ചാണ് ചെയ്യുക. നമുക്ക് ഈ അൺബോക്സിങ് വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ സോണി എത്ര പേര് വാങ്ങിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ ഏതായാലും സോണി പ്രോഡക്റ്റാണ് വാങ്ങിച്ചത്. ഞാൻ GoPro ഒന്നും വാങ്ങിച്ചില്ല. കാരണം ഞാനൊരു വ്ലോഗിങ് മാത്രമല്ല എൻ്റെ ഉദ്ദേശം. കാരണം പണ്ടേ കാലത്ത് തന്നെ എനിക്കറിയാം. എൻ്റെ വ്ലോഗിൽ വർഷങ്ങൾക്ക് മുന്നേ 10 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ സന്ദർശിച്ച ഹൈദരാബാദൊക്കെയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഈ ക്യാമറയുടെ അൺബോക്സിങ് ZV1 ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച് 20,000 രൂപയാണ് ഇതിൻ്റെ വില. 2 ദിവസം കൊണ്ട് ഡെലിവറി കിട്ടിയെന്നുള്ളതാണ് സത്യം. എന്നാലും ഇതിൻ്റെ അൺബോക്സിങ് നിങ്ങളെല്ലാവരുടെയും സമ്മതത്തോട് ഞാൻ ഇതാവുകയാണ്. ഞാനൊന്ന് സീരിയസ് ആയിട്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ക്യാമറയിൽ പകർത്താൻ വേണ്ടിയാണ് ഞാനത് വാങ്ങിച്ചത്. ഏതായാലും ഇതിൻ്റെ അൺബോക്സിങ് തുറക്കാൻ കുറച്ച് പ്രയാസം. ഇതാണ് ഇതിൻ്റെ ബോക്സ്. അതിന് കത്തി മാറ്റി വെക്കാം. കത്തിന് ആവശ്യമുള്ള ഇത് ഞാനൊരു ബിൽഡിങ്ങിൻ്റെ മേലിൽ നിന്നാണ്, നിങ്ങൾ കോട്ടപ്പാടം സെൻറ്ററത്തെ ബിൽഡിങ്ങിൻ്റെ മേലിൽ നിന്നാണ് ഞാനത് ഷൂട്ട് ചെയ്യുന്നത്. എപ്പോഴും ഞാൻ ജിമ്മിൽ നിന്ന് ഇതൊക്കെ കാണിക്കാം. അപ്പോൾ ഞാൻ കോട്ടപ്പാടത്തിൻ്റെ ഒരു അതൊന്ന് കാണിക്കാം. ചെറിയ ചാറ്റൽ മഴയും അതോടൊപ്പം സൂര്യൻ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. നമുക്ക് ഇതാണ് ക്യാമറ, ഡ്രോയിങ് ക്യാമറ. അതിൻ്റെ ഒപ്പം ഇതിൻ്റെയൊക്കെ അതിപ്പോൾ തന്നെ അൺബോക്സ് ചെയ്യാം. എന്തായാലും നമ്മുടെ കത്തി അതാവശ്യമാണ്. ഇപ്പോൾ ഗിംബൽ ബോക്സിലൊന്നുമില്ല. അതിൻ്റെ കൂടെ കിട്ടിയത് ഒരു മെമ്മറി കാർഡ് ഉണ്ടെന്ന് പറഞ്ഞു. മെമ്മറി കാർഡ് അതിൽ കണ്ടില്ല. ഇനിയിപ്പോൾ ക്യാമറയിലൊരു വശം ഉണ്ടാവും. ഇത് ചെയ്യാവുന്ന ചാർജർ ഇല്ല. ഇതിൻ്റെ ബാറ്ററി മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ ബാറ്ററി ഒന്നുണ്ട്.
പക്ഷേ ചാർജറില്ല. നോക്കാം. ബാറ്ററിയുടെ ഡീറ്റെയിൽസാണിത്. നമുക്ക് ഇതിൻ്റെ കൂടെ ഗിംബൽ നോക്കാം. ഗിംബലല്ല, നമുക്ക് ആദ്യം ക്യാമറ അൺബോക്സ് ചെയ്യാം. അതിനുശേഷം ഇതൊക്കെ പിന്നെ മറ്റേ ക്യാമറയിൽ വ്യക്തമായിട്ട് കാണിക്കാം. നമുക്ക് അത്ര ആവശ്യമില്ലാന്ന് വിചാരിച്ചത്, അത്ര ആവശ്യമുണ്ട്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് എനിക്ക് അത്ര ആവശ്യമുണ്ട്. ക്യാമറയുടെ എല്ലാ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ, എല്ലാം ഉണ്ട്. നമുക്ക് അതൊക്കെ പിന്നീട് വായിച്ച് നോക്കാം. ഇതിൻ്റെ ഒരു ചാർജിങ് കേബിളാണ് തോന്നുന്നു. ഇതിൻ്റെ ഡാറ്റ കേബിൾ ഉണ്ട്. ഇതിന് ചാർജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ക്യാമറ. ഇതിൻ്റെ ഒരു പോർഷനായിട്ട് വന്നിരിക്കുന്നത്. ഏതായാലും ചെറിയ മഴ ചെയ്യുന്നതുകൊണ്ട് ഞാനത് കൂടുതൽ കാണിക്കുന്നില്ല. നമുക്ക് ഞാനതൊക്കെ കാണിക്കാം. മകൻ്റെ വസ്തുണ്ട്. ഇതാണ് ക്യാമറ. നമുക്കത് ഞാനിനി ഇതിനോട്ടിട്ടാണ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. ഈ ക്യാമറയുടെ കാര്യങ്ങളൊക്കെ ഫ്ലിപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് ചെറിയൊരു മഴ ഉണ്ടാകുന്നത് ഞാൻ കൂടുതൽ പുറത്ത് കാണിക്കുന്നില്ല. ഇത് ഞാൻ ഇനി ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ മറ്റുള്ള വീഡിയോയിലൊക്കെ പറയുന്നത്. വിൻഷീൽഡ് ഉണ്ട്. സോറി, എൻ്റെ കൂടെ മെമ്മറി കാർഡ് ഉണ്ട്. മെമ്മറി കാർഡ് ഇല്ല എന്നാണ് വിചാരിച്ചത്. ഇവിടെ ഉള്ളിൽ പേസ്റ്റ് വെച്ചിട്ടുണ്ട് മെമ്മറി കാർഡ്. SD കാർഡ് 64 GB SD കാർഡുണ്ട്. അതിൻ്റെ ഉള്ളിൽ പേസ്റ്റ് വെച്ചിരിക്കുകയാണ്. സോണിയുടെ തന്നെയാണ് 64 GB. പിന്നെ എക്സ്ട്രാ ബാറ്ററി ഇവിടെ ഉണ്ട്. പക്ഷേ ചാർജ് ചെയ്യാനുള്ള സാധനം ഇതിൽ കാണുന്നില്ല. നമ്മൾ നോക്കാം. ZV1 ക്യാമറ. ഇനിയിപ്പോൾ ഈ ക്യാമറ എനിക്ക് ബാക്കിയുള്ള ഇതിൻ്റെ കൂടെയുള്ള ആക്സസറീസ് 70,000 രൂപയ്ക്ക് വാങ്ങിച്ച എല്ലാ ആക്സസറീസും ഞാൻ ഈ ക്യാമറ കൊണ്ട് കാണിക്കാം. ഈ ക്യാമറയുടെ പിന്നെ ഇത് ഈ മൊബൈൽ ആണ്. ഇപ്പോൾ ഞാൻ ഇത്ര കാലം ഉപയോഗിച്ചിരുന്ന വ്ളോഗ് ചെയ്യുന്നത് മൊബൈലാണ് ഉപകാരം. ഇനിയിപ്പോൾ ഈ ക്യാമറ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഗിംബലും കൂടി ഒന്ന് കാണിക്കാം. ഇതിൻ്റെ ഫ്ലിപ്പ് ഇങ്ങനെ ഫ്ലിപ്പാണ്. അതുപോലെ തന്നെ ഇത് ടിൽറ്റ് ചെയ്യാം. അത് നല്ലൊരു അതാണ് ഇതിൻ്റെ അതിൻ്റെ കാണാം. ടിൽറ്റ് ചെയ്യാം. അപ്പോൾ ടിൽറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എല്ലാ സൈഡിലും എല്ലാ ആംഗിളിൽ നിന്ന് വെച്ച് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എനിക്ക് തോന്നുന്ന മേലത്തേതിനേക്കാളും നല്ല വ്ളോഗ് ചെയ്യാൻ സൈഡത്തെ ഇത് തന്നെയാണ് നല്ലത് വ്ളോഗ് ചെയ്യാനെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ഏതായാലും ഇതിൻ്റെ ഗിംബലിൻ്റെ ഒരു ഇതൊന്നും കാണിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം മൊബൈലിൻ്റെ വ്ളോഗിനോട് ഇവിടെ പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് ഇനിയിപ്പോൾ എവിടേക്കെങ്കിലും നല്ലൊരു വ്ളോഗ് ഈ ക്യാമറ ചെയ്യണം. ഞാനത് ആദ്യം ഓണാക്കട്ടെ. നമുക്ക് നോക്കാം. അതായത് അൺബോക്സ് ചെയ്ത ഗിംബലാണ്. ഗിംബലിൻ്റെ പാക്കിൽ വലിയ ബ്രൗഷറുണ്ട്. ഇതൊക്കെ വായിച്ച് നോക്കണം. അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടോ തോന്നിച്ചു. അത്രയൊന്നും ഇപ്പോഴത്തെ ഇതൊന്നും ഇങ്ങനെ അധികം കിട്ടാറില്ല. എന്തായാലും സോണി ഇപ്പോഴും പഴയ അതിൻ്റെ പാരമ്പര്യം കളഞ്ഞിട്ടില്ല. അതിൻ്റെ കൂടെ ഗിംബലിൻ്റെ എക്സ്ട്രാ ബാറ്ററി ഉണ്ട്. അത് CR 2032 2032ൻ്റെ സൈസുള്ളൊരു ബാറ്ററിയും അതേപോലെ തന്നെ ഒരു പൗച്ചും ഉണ്ട് ഇതിൻ്റെ കൂടെ. ഗിംബൽ അൺബോക്സ് ചെയ്യാം. ഗിംബൽ നമ്മൾ കാണിക്കാം. ആണ് ഗിംബൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫങ്ഷനുള്ള ഗിംബൽ. ഇനി ഇതെന്തായാലും ഒരു ഇതിനെക്കുറിച്ച് പഠിക്കണം. കാരണം ഞാനത്ര ക്യാമറ ആദ്യമായിട്ടാണ് വ്ളോഗിംഗ് അല്ല, ക്യാമറ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതിൽ വെച്ചൊന്ന് ഷൂട്ട് ചെയ്യാം.
കോട്ടപ്പാടത്തെ ആൽമരമാണ്. ഈ ആൽമരത്തിൽ ഒരുപാട് കാക്കകൾ കൂടിട്ടിരുന്ന പ്രാവുകളുണ്ട്, കാക്കകളുണ്ടാണ്. പ്രാവ കാണുന്നുണ്ട്, എനിക്ക് നോട്ടപ്പാടം അറിയില്ല. പ്രാവക്കാക്കല്ലാണ്ട് കോട്ടപ്പാടം തണലേകുന്ന മരമാണത്. ഇത് വർഷങ്ങൾ പഴക്കമുണ്ട്, ഒരുപാട് എനിക്ക് 100-200 വർഷം പഴക്കമുള്ള മരമായിരിക്കും ഇത്. അതുപോലെ തന്നെ ഇത് തിരുവാങ്കുന്നേക്ക് പോകുന്ന ഒരു റോഡാണിത്. തിരുവാങ്കുന്ന് മാത്രമല്ല, ഒരുപാട് ദൂരം പോകും. കാണുന്ന എന്താ പറയുക, നീലഗിരി മലകളാണ് കാണുന്നത്. അവിടെ കാണുന്ന നീലഗിരി മലകൾ 100 കിലോമീറ്റർ കോട്ടപ്പാടത്തിൻ്റെ ദൃശ്യം, കോട്ടപ്പാടം സിറ്റിയുടെ ദൃശ്യം. ഞാനേതായാലും ഇനി ക്യാമറയെക്കുറിച്ച് പഠിക്കണം, എന്നിട്ടേ ഞാൻ ഇനി വ്ളോഗ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ജിമ്മിലെ ചില കാഴ്ചകളാണ്. ഇന്ന് ഈ ക്യാമറ ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ മേലെ വെച്ചിട്ടാണ് അൺബോക്സ് ചെയ്തത്. ഈ ക്യാമറ ഞാൻ ജീവിതത്തിൽ ഞാൻ വാങ്ങുന്ന ആദ്യത്തെ ക്യാമറയാണ്. ഈ ക്യാമറ ഉപയോഗിച്ച് പഠിക്കണം. ഇത് ഇവിടുത്തെ ഫിറ്റ്നസ് ക്ലബിൻ്റെ ഒരു ദൃശ്യങ്ങളാണിത്. ഫിറ്റ്നസ് ക്ലബിൻ്റെ ഞാനിത് പലപ്പോഴും പല വീഡിയോയിലും പല അൺബോക്സിങ്ങിലും ഞാൻ ഈ ഫിറ്റ്നസ് ക്ലബ്ബാണ് വേദിയാക്കിയിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഈ ഫിറ്റ്നസ് ക്ലബിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് ഈ ക്യാമറയുടെ പകർത്താം. ഒപ്പം ഈ അൺബോക്സിങ്ങിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രതിപാദിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത വോയിസ് വിൻഷീൽഡ് വെച്ചിട്ടുള്ള ഒരു ഇതുകൂടി നമുക്ക് ഒരു റെക്കോർഡ് ചെയ്യണം. നമുക്ക് അത് കണ്ടു. അതിന് പാരിങ് ഇപ്പോഴാണ് ശരിയായത്. പാരിങ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയുന്നില്ല. ഏതായാലും നമുക്ക് ഇത് ശരിക്കും നല്ല ഒരു ക്യാമറയാണ്. ഇത് തെർമലിനെ ഇത് ഞാൻ ക്യാമറ ഫോക്കസ് ചെയ്യാണ്. മാക്സിമം വൈഡായിട്ട് കിട്ടുന്നുണ്ട്. ഫോക്കസ് ചെയ്യുന്നത് ഫോട്ടോ എടുക്കാൻ നോക്കുകയാണ്. ഈ ക്യാമറയുടെ ഇപ്പോഴാണ് ഞാൻ ഗിംബൽ ഇതിന് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ വേറെ യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇതിൽ തന്നെ നമുക്ക് അത് എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത് QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നമ്മൾ അതേപോലെ ചെയ്യാൻ കഴിയും. ഇതിനിപ്പോൾ വിൻഷീൽഡ് ഒന്ന് വെക്കണം. അതും കൂടെ ഒന്ന് വെച്ചിട്ട് നമുക്ക് നോക്കാം. എല്ലാവർക്കും ഈ അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊരു പുതിയ തുടക്കമായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്
കൂടുതൽ പേർ സബ്സ്ക്രൈബ് ചെയ്ത് dakzone വ്ളോഗിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അൺബോക്സിങ് സോണിയുടെ ZV1 ക്യാമറ അൺബോക്സിങ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും എൻ്റെ